സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമായി നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ മുട്ടുമേൽ നിന്നോ ഇരുന്നോ എഴുന്നേറ്റ് നിന്നൊക്കെ നിങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. 128 സങ്കീർത്തനം അതിൻ്റെ 1 വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ജീവിതം കടന്നു പോകുന്ന ഏത് അവസ്ഥയിലാണെങ്കിലും വചനം പറയാണ്, ആ അവസ്ഥയിലും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നവനാണ് ഭാഗ്യവാൻ. മനുഷ്യൻ കാണുന്നത് പോലെ അല്ലല്ലോ ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവ് അവൻ്റെ ഹൃദയഭാവത്തിലും. നമ്മുടെ ആന്തരിക മനുഷ്യനെ ഹൃദയത്തെ ഒക്കെ അറിയുന്നവൻ നമ്മുടെ ദൈവമാണ്. ആ കർത്താവിൻ്റെ മുമ്പിൽ വചനം പറഞ്ഞതുപോലെ അവനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്താൽ നമ്മൾ ഭാഗ്യമുള്ളവരായിട്ട് മാറും. ഭാഗ്യപ്പെട്ട ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറും. സമ്പത്തുള്ളത് കൊണ്ടോ സൗകര്യങ്ങളുള്ളത് കൊണ്ടോ നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരി ഭൗതികമായ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടല്ല നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത്. മറിച്ച് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയും അവനെ ഭയപ്പെടുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. ഇനി അതിന് കൂടെ ചേർത്ത് വയ്ക്കുന്ന ഒരു വചനഭാഗം കൂടിയുണ്ട്, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം കിട്ടണമെങ്കിൽ, നമ്മുടെ കഷ്ടപ്പാടിന് ഫലമുണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ അധ്വാനങ്ങളൊക്കെ ഫലമണിയണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കാനും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനും നമ്മൾ തീരുമാനമെടുക്കണം എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ആരാധനയിലായിരിക്കുന്ന നിമിഷങ്ങളിൽ ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അവനെ ഭയപ്പെട്ട് സ്നേഹത്തിൽ അവനോട് ഒട്ടിച്ചേർന്നാണോ, ഈശോയുടെ വഴികളിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? ആത്മശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണല്ലോ വചനത്തിൽ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നീതിമാനും വിശ്വസ്തനുമാകയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. കർത്താവിൻ്റെ കരുണ നമ്മളെ വീണ്ടെടുക്കുമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഉണ്ട് ഈ നിമിഷം തമ്പുരാനെ നിൻ്റെ വഴികളിലൂടെ നടക്കാൻ, നിൻ്റെ ഹിതപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും ശക്തി തരണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ അധ്വാനത്തിനും, അത് ഭൗതികമായ അധ്വാനം മാത്രമല്ല, ആത്മീയ അധ്വാനങ്ങൾക്ക് പ്രതിഫലം കിട്ടും. നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒക്കെ വളർത്തിയെടുക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എല്ലാ അധ്വാനങ്ങളും ഫലമണിയുന്നത് ദൈവം കൂടെയുള്ളപ്പോഴാണ്. ദൈവത്തെ കൂടെ നിർത്താതെയുള്ള അധ്വാനങ്ങളെല്ലാം വിഫലമാകുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പസ്തോലന്മാർ അവർ വല വീശാൻ വേണ്ടി അല്ലെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടി
അവർ കടന്നു പോവുകയാണ്. ഒരു രാത്രികാലം മുഴുവൻ അധ്വാനിച്ചു എന്നാണ് വചനം പറയുന്നത്. എന്നിട്ടൊന്നും കിട്ടിയില്ല. മീൻപിടുത്തം അറിയാവുന്ന മുക്കുവന്മാർ, എവിടെയൊക്കെ മീൻ എത്ര കണ്ട് പിടിക്കാൻ പറ്റുമെന്നൊക്കെ അറിയാവുന്ന ഒരു ജനമാണ് അവർ, ഒരു സമൂഹമാണ്. എന്നിട്ട് ഒരു രാത്രികാലം മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് വചനം പറയുന്നു. ഒറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഈശോ ഇല്ലാതെ അധ്വാനിച്ചു എന്നുള്ളതാണ്. ദൈവത്തെ കൂടെ നിർത്താതെ അധ്വാനിച്ചു എന്നുള്ളതാണ്. ദൈവത്തെ കൂടെ നിർത്തി അധ്വാനിക്കുമ്പോഴാണ് ഭൗതിക ജീവിതത്തിൻ്റെ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നതോടൊപ്പം നമ്മുടെ ആത്മരക്ഷ കൂടി കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അസ്വസ്ഥതകളെ, ആകുലതകളെല്ലാം നീ ഏറ്റെടുക്കണമേ. ഞങ്ങൾ കടന്നു പോകുന്ന ദുഃഖ ദുരിതങ്ങളെ നീ ഏറ്റെടുക്കണമേ. കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മക്കൾ ഇതിനകത്തുണ്ട്. ഒത്തിരിയേറെ തടസ്സങ്ങളുള്ളവരുണ്ട്. രോഗാവസ്ഥകളുടെ നടുവിൽ വേദനിക്കുന്നവരുണ്ട്. പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കർത്താവേ, നിൻ്റെ കരുണ കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹം കൊണ്ട് ഇവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മളിലും, നമ്മളിപ്പോൾ ആയിരിക്കുന്നിടങ്ങളിലും, നമ്മുടെ ഭവനങ്ങളിലൊക്കെ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ എല്ലാ മേഖലകളിലേക്കും യേശുവിൻ്റെ സാന്നിധ്യം വിളിച്ചുകൊണ്ട് ഒരുമിച്ച് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ കടന്നു വരണമേ. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. ഈശോയെ, എൻ്റെ അധ്വാനങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഈശോ, എൻ്റെ കുടുംബത്തിലേക്ക് നീ ഇറങ്ങി വരണമേ. യേശുവേ, വരുമാന മാർഗങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഈശോ, എൻ്റെ സങ്കടങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്കൊക്കെ നീ ഇറങ്ങി വരണമേ. യേശുവേ, എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ വേദനകളിലേക്ക് യേശുവേ നീ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ മഹത്വം, മഹത്വം, മഹത്വം. കരങ്ങൾ കൂട്ടി പരിഹാരമേനിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്നില്ല. എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി കർത്താവിൻ്റെ കരുണ യാചിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അതിശക്തമായ മഴ, അതിൻ്റെ കെടുതിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. അതിൻ്റെ അസ്വസ്ഥതകൾ നേരിടുന്നവരുണ്ട്. പറയാൻ കഴിഞ്ഞ ആഴ്ച വരെ അതികഠിനമായ ചൂട് അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ഇപ്പോഴത്തെ സാഹചര്യത്തിന് നേരെ വിപരീതമാണ്. അതികഠിനമായ മഴയും അതിൻ്റെ കെടുതിയും ഒക്കെ നമ്മുടെ സഹോദരങ്ങളെ അസ്വസ്ഥതയിലും വിഷമത്തിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് നിമിഷം ഓർക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങും നമുക്ക് നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബം, കുടുംബാംഗങ്ങൾ, നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താം. നമ്മോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവരാനെ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ